എൻഡോക്രിനോളജി എന്ന് പറയുമ്പോഴത്തേനും സ്റ്റഡി ഓഫ് ഹോർമോൺസ് എന്നാണ് വരുന്നത്. അപ്പം എന്താണ് ഈ ഹോർമോൺസ്? ഹോർമോൺസ് എന്ന് വെച്ചാൽ കെമിക്കൽ മെസ്സേഞ്ചേഴ്സ് ആണ്. അതായത് നമ്മുടെ ബോഡിക്ക്, അതായത് നമ്മുടെ ബ്രെയിനിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിന് വേറൊരു ബോഡി പാർട്ടിനോട് ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിഗ്നൽ പോലെ വരുന്നതിനെയാണ് നമ്മൾ ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മുടെ ബ്ലഡ് വഴി പല ഓർഗനിലുണ്ടായിട്ട് ബ്ലഡ് വഴി എവിടെയാണോ അതിൻ്റെ എഫക്റ്റ് വേണ്ടത് ആ ഓർഗനിലേക്ക് ഈ ഹോർമോൺ എത്തുന്നു. അപ്പം ഇത് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ചുള്ള അസുഖങ്ങളാണ് ഒരു എൻഡോക്രൈനോളജിസ്റ്റ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഗ്ലാൻസ് തന്നെ പറയുവാണെങ്കിൽ മാസ്റ്റർ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്, അതുപോലെ നമ്മുടെ കഴുത്തിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ട്, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ട്, പാൻക്രിയാസ് ഒരു ഗ്ലാൻഡ് ആണ്, പിന്നെ നമ്മുടെ സെക്സ് ഓർഗൻസ്, ഓവറീസ് ആവട്ടെ, ടെസ്റ്റിസ് ആവട്ടെ, ഇതെല്ലാം ഈ ഗ്ലാൻസിനകത്ത് വരുന്നതാണ്. അപ്പൊ എപ്പോഴും ഹോർമോണൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ 3 കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. ഒന്നെങ്കിൽ ഹൈപ്പർ ഫങ്ഷനിങ്, ഹോർമോണുകളുടെ നില കൂടിപ്പോകുന്നു. രണ്ടാമതെന്ന് പറയുന്നത് ഹൈപ്പോ ഫങ്ഷനിങ്, അതായത് ഹോർമോണുകളുടെ അളവ് കുറഞ്ഞു പോകുന്ന അവസ്ഥ. മൂന്നാമതായിട്ടുള്ളത് റെസിസ്റ്റൻസ് എന്ന് പറയും, അതായത് ഹോർമോണ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ആ ഹോർമോണ് ബോഡിയിൽ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇത് റിലേറ്റഡ് ആണ് എൻഡോക്രൈനോളജിയിൽ ഡിസോർഡേഴ്സ് എല്ലാം വരുന്നത്.